ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതറിഞ്ഞിട്ട് വേണം നാം ദൈവത്തെ ആരാധിപ്പാനായിട്ട്. അത് പ്രധാനപ്പെട്ടതായി രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കുക, ആരാധനയ്ക്ക് ഓരോ കാലഘട്ടങ്ങളിലും ദൈവം നൽകി കൊടുത്ത ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ ദൈവം തന്നെ നൽകിയതാണ്. ആ വ്യവസ്ഥകൾ അനുസരിച്ച് ദൈവസന്നിധിയിലുള്ള ആരാധന മാത്രമേ ദൈവം മുമ്പാകെ സ്വീകാര്യമാകുകയുള്ളൂ. അതിനപ്പുറത്ത് ആരാധനയുടെ പേരിൽ നമ്മൾ എന്തു ചെയ്താലും അത് ദൈവം സ്വീകരിക്കുകയില്ല. പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും വ്യത്യാസമാണ്, വ്യത്യസ്തതകളുണ്ട്. അത് കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു ദൈവവചന ശുശ്രൂഷയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചല്ലോ. അതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള ഒരു മെസ്സേജാണിത്. കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ആ ഒരു സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഗ്രഹമായി തീരും. ദൈവവചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അതിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന്, ആരാധനയുടെ വ്യവസ്ഥ. രണ്ട്, ആരാധനയുടെ പിന്നിലെ ഉദ്ദേശം. ആരാധനയെന്ന് മാത്രമല്ല, ആത്മീക കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെ പിറകിലും ഒരു ദൈവോദ്ദേശമുണ്ട്. നമ്മൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം അതുതന്നെയാണ്. പഴയ നിയമത്തിൽ 5 തരത്തിലുള്ള യാഗങ്ങൾ അവർക്ക് നൽകി കൊടുത്തപ്പോഴും അതിൻ്റെ പിറകിലെ ദൈവോദ്ദേശം എന്ന് പറയുന്നത് അവരതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇസ്രായേലിന് അത് മനസ്സിലാക്കുവാൻ കഴിയാതെ അത് വെറും ചടങ്ങായി മാറിയപ്പോൾ ദൈവം പറഞ്ഞു, അതൊന്നും വേണ്ട, പാട്ട് നിർത്തിക്കൊള്ളുക, ആരാധന നിർത്തിക്കൊള്ളുക, യാഗങ്ങൾ നിർത്തിക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള ഒരു ഉദ്ദേശമുണ്ട്. ആ ഒരു ഉദ്ദേശ ശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ടാൽ ഇതുകൊണ്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. വെറുതെ നമുക്ക് സ്വയം സംതൃപ്തരായി മടങ്ങാം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ദൈവവചന ഭാഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എങ്ങനെയുള്ള ആരാധനയാണ് ദൈവസന്നിധിയിൽ പൂർണ്ണമായും സ്വീകാര്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഒന്നാമത് അല്ലെങ്കിൽ പ്രഥമമായി പ്രാധാന്യം കൊടുക്കാനായിട്ട് പറ്റുന്നത് കർത്താവായ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനുശേഷം അപ്പോസ്തലന്മാർ ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, വചനത്തിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഈ ആരാധനയുമായി ബന്ധപ്പെട്ട് യേശു പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. 4-ാം അധ്യായത്തിൽ അവിടെ ശമര്യക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ ആ ഒരു കോൺവെർസേഷനിൽ കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാമായിരിക്കും. ഞാനത് റെഫറൻസുകൾ പറയുന്നില്ല, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു വിടുകയാണ്. അവിടെ 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സത്യനമസ്കാരികൾ ഇങ്ങനെയായിരിക്കണം, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സത്യനമസ്കാരികൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ട്രൂ വർഷിപ്പേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം മുമ്പാകെ പിതാവ് ആഗ്രഹിക്കുന്ന ആരാധന സത്യത്തിലുള്ള ആരാധന. എങ്ങനെയുള്ള ആരാധനയായിരിക്കണം? വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നോക്കിക്കേ, ഈ ആരാധനയാണ് പുതിയ നിയമ ആരാധന. അവിടെ സ്ഥലത്തിന് പ്രസക്തിയില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ഇടത്തിന് പ്രസക്തിയില്ല. കാരണം അവിടെ ആ ശമര്യക്കാരത്തി സ്ത്രീ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെ, നിങ്ങൾ യെരുശലേമിൽ ആരാധിച്ചു വരുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം ഈ മലയിൽ ആരാധിച്ചു വരുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല. അപ്പൊ ചിലർ ആ വാക്യം എടുത്ത് സാധാരണ പറയുന്നത് പോലെ പറയാറുണ്ട്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല. അതിന് ചില കാര്യങ്ങൾ, അതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ. കാരണം നമുക്കറിയാം, ശലോമോന്റെ മരണശേഷം യെരോബെയാമും രഹോബെയാമും രണ്ടായിട്ട് തിരിഞ്ഞുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യം വിഭജിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ അറിയാം. അതിനുശേഷം ഈ ആരാധനയുടെ രീതികൾക്ക് പോലും മാറ്റമുണ്ടായി. 2 സ്ഥലങ്ങളിലേക്ക് ആരാധനകൾ മാറി എന്ന് നമുക്കറിയാം. അപ്പം ഇതുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പൊ യേശു പറഞ്ഞു,
ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല. പിന്നെയോ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, വന്നുവിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരാകണം. അപ്പൊ നോക്കിക്കേ, ഏതെങ്കിലും ഒരു സ്ഥലത്തിന് പ്രാധാന്യതയില്ല. നമ്മളൊക്കെ ആരാധിക്കാനായിട്ട് കൂടുന്ന പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാനും പോകുന്ന സ്ഥലങ്ങളുണ്ട്. അത് നല്ലതാണ്, നമുക്കൊരു കൂട്ടായ്മ സ്ഥലം. പക്ഷേ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്തിന് പുതിയ നിയമപ്രകാരം ഒരു പ്രാധാന്യതയില്ല. രണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ളതാണ്. സ്പിരിറ്റ് ഇൻ ദ സ്പിരിറ്റ്, വർഷിപ്പ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് എന്നാണ്. ആത്മാവ് എന്ന് പറയുന്നത് എന്താ? പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, പുതിയ നിയമത്തിലെ യഥാർത്ഥമായ ഒരു ആരാധനയിൽ ഒരു പുതിയ നിയമ വിശ്വാസി പരിശുദ്ധാത്മാവിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്. ഓക്കെ, ഒന്നത് മനസ്സിലാക്കുക. രണ്ട്, സത്യത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്. ഏത് സത്യത്തിൽ? ദൈവവചനത്തിന്റെ സത്യത്തിൽ. കാരണം ദൈവവചനത്താലാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്, മാനസാന്തരം സംഭവിക്കുന്നത്. വചനത്താലാണ് ജനനം സംഭവിക്കുന്നത്. അപ്പോൾ ആ വചനമാകുന്ന സത്യം ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ സത്യത്തിന്റെ ഭാഗമായി ഒരു വ്യക്തി മാറി ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി തീരുമ്പോൾ അവിടെ ആ വ്യക്തി സത്യവചനത്താലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. അതാണ് സത്യത്തിലുള്ള ആരാധന എന്ന് പറയുന്നത്. പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് മനസ്സിലാകുന്നു. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നു, പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് വ്യക്തികളിലാണ്. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ദൈവത്തിന്റെ മന്ദിരമാണ്. മനസ്സിലായോ? ഈ പ്രസംഗിക്കുന്ന ഞാനും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും തിരിച്ചറിയേണ്ടുന്ന ഒരു യഥാർത്ഥമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നാം ദൈവത്തിന്റെ മന്ദിരമാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിലാണ് ആത്മാവ് വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പുതിയ നിയമകാലത്തിൽ ഒരു പ്രത്യേക സ്ഥലമോ ഒരു പ്രത്യേക ഇടമോ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഓരോ വ്യക്തികളും ദൈവാലയം പോലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മന്ദിരമായി മാറ്റപ്പെടുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ആത്മീക ചിന്തകളുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക. കർത്താവിന് പ്രസാദമുള്ള യാഗമായി നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ പഴയ നിയമകാലങ്ങളിൽ നമുക്കറിയാമായിരുന്നു, സമാഗമന കൂടാരത്തെക്കുറിച്ച് ഞാനൊരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. അപ്പം ആ ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞു, പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്, യാഗപീഠമുണ്ട്. ഈ യാഗപീഠത്തിലായിരുന്നു പുരോഹിതന്മാർ യാഗാർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പുതിയ നിയമകാലത്തിലേക്ക് വരുമ്പോൾ ഈ യാഗം എവിടെയാണ് അർപ്പിക്കുന്നത്? യാഗാർപ്പണം എങ്ങനെയാണ് നടക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ യാഗം ഇന്നും നടക്കുന്നുണ്ട്. എന്താണ് ഈ യാഗമെന്നറിയാമോ? എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എഴുതിയിരിക്കുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മടി പിടിക്കരുത്, അതിൽ ഉത്സാഹമുള്ളവരാകണം. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ പുതിയ നിയമത്തിലെ യാഗം എന്ന് പറയുന്നത് എന്താ? കാളയും ആടിനെയും അറുത്ത് അതിന്റെ ചോരയൊന്നും തളിക്കുകയല്ല, അതിന്റെ ചോരയൊന്നും ഒഴുക്കുകയല്ല. കാരണം കാൽവറി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചീന്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്തു തീർക്കാനില്ല. അവിടുന്ന് സകലതും ചെയ്തു തീർത്തു. കാരണം ക്രൂശിൽ പിതാവിന്റെ കയ്യിലേക്ക് തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലതും നിവർത്തിച്ചു കഴിഞ്ഞു. അവിടുന്ന് ക്രൂശിൽ സകലത്തെയും നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും നിവർത്തിക്കുവാനില്ല. ആ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആ ഒരു പാപമോചനം നമ്മൾ പ്രാപിച്ച് നീതീകരണവും വിശുദ്ധീകരണവും പ്രാപിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല. ഇനിയും ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ യാഗാർപ്പണം എന്ന് പറയുന്നത് നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. അടുത്തത് അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അപ്പൊ നമ്മുടെ നാവുകൾ ദൈവനാമ മഹത്വത്തിനായി തീരണം. അതുകൊണ്ടാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാവുകൾ അസഭ്യവർഷം നടത്താനുള്ളതല്ല, ഡബിൾ മീനിങ് ഉള്ള വർത്തമാനം പറയാനുള്ളതല്ല, അശ്ലീല ചുവയുള്ള വാക്കുകൾ പറയാനുള്ളതല്ല, അതിനുള്ളതല്ല നമ്മുടെ നാവ്. അപ്പം നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്, മന്ദിരമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നാവിലൂടെ യാഗം ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം എന്ന യാഗം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ, ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ നമ്മൾ ആ യാഗം അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ദൈവം സ്വീകരിക്കുന്നത്.
അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അതൊന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. കാരണം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെയാണ് ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അത് പൂർണ്ണമാക്കാനായിട്ട് പറ്റിയില്ല. അത് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇത് പ്രയോജനകരമാണല്ലോ അല്ലേ? ഓക്കെ, അപ്പം റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ആ ഒരു വാക്യത്തിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവന്ന് നോക്കിക്കേ. അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്താണ്? നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒരേ സമയം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടണം. ശരീരം എങ്ങനെ സമർപ്പിക്കപ്പെടണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ജീവൻ എന്താണ്? ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. 1. 2, വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. കണ്ണ്, കൈകാലുകൾ, അവയവങ്ങൾ എല്ലാം ദൈവത്തിന് വിശുദ്ധമായി സമർപ്പിക്കുക, സമർപ്പിത ജീവിതം. അടുത്തത് അക്സെപ്റ്റബിൾ ടു ഗോഡ്, ദൈവസന്നിധിയിൽ സ്വീകാര്യമായ യാഗം. ഇതിനോട് ചേർത്ത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഭാഗങ്ങൾ കൂടെ ചിന്തിക്കുമ്പോൾ ആത്മാവിനാൽ നമ്മൾ ജീവിക്കുന്നവരായി മാറുക, ഇല്ലേ? ആത്മാവിൽ ആരാധിക്കുന്നവരായി മാറുക. അപ്പോൾ വചനത്തിൻ്റെ സത്യവും ആത്മാവിൻ്റെ ശക്തിയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുള്ള വ്യക്തിപരമായ ഒരാരാധന ശരീരം കൊണ്ട്. 2, മനസ്സിന് എന്താണ് ഉണ്ടാകേണ്ടുന്നത്? റിന്യൂവൽ ഉണ്ടാകണം. മനസ്സിന് റിന്യൂവൽ ഉണ്ടാകണം, പുതുക്കപ്പെടൽ ഉണ്ടാകണം, നാൾക്ക് നാൾ പുതുക്കി വരണം. മനസ്സിലായോ? കാരണം അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞു, മനുഷ്യനെ ദൈവം സ്വതന്ത്ര ഇച്ഛകളോടുകൂടിയാണ് സൃഷ്ടിച്ചത്. പക്ഷേ ഏദൻ തോട്ടത്തിലെ വീഴ്ചയോട് ബന്ധപ്പെട്ട് അവൻ്റെ ഇച്ഛാശക്തി പിശാചിന് മുമ്പിൽ അവൻ അടിയറവ് വെച്ചതുകൊണ്ട് തന്നിലേക്ക് വരുന്നവരുടെ ഇച്ഛാശക്തി ദൈവസന്നിധിയിൽ വിധേയപ്പെട്ടിരിക്കണമെന്ന് പറയുന്ന നിർബന്ധമായ ഒരു ഭാഗം വേദപുസ്തകത്തിലുണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാൾക്കുനാൾ അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടണം, സമർപ്പണത്തിൽ പുതുക്കി വരണം, ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കണം, ഇല്ലേ? ആ വാക്യം എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നിങ്ങൾ രൂപാന്തരപ്പെട്ടു എന്നല്ല, പെടുമെന്നല്ല, രൂപാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ട് ആ ഒരു പ്രസന്റ് ടെൻസിലേക്ക് നമ്മൾ വരുമ്പോൾ, വർത്തമാനകാലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, ഓരോ ദിവസവും ദൈവഹിതം തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആഴമായ അത്തരത്തിലുള്ള ഒരു സമർപ്പണം നമ്മിൽ നിന്ന് ആവശ്യമാണ്. ശരീരത്തിൻ്റെ സമർപ്പണവും നമ്മുടെ ഇച്ഛാശക്തിയുടെ സമർപ്പണവും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സമർപ്പണവും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സമർപ്പിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥമായ പുതിയ നിയമാരാധന എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല, കൂട്ടായ്മയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് നാളെ തൊട്ട് ഇനി ഞങ്ങൾ എങ്ങും പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് സമർപ്പിച്ചോളാം എന്നുള്ളതല്ല. സെയിം ടൈം കമ്മ്യൂണിറ്റി ലൈഫിനും പ്രാധാന്യമുണ്ട്, മറന്നു പോകരുത്. കാരണം ഇത്തരത്തിലുള്ള വിശുദ്ധിയുള്ള മന്ദിരങ്ങൾ ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടായ്മയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആരാധനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. 2 കാര്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആരാധനയുടെ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കുക, ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക. സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാകണം. ആ മലയിലല്ല, ഈ മലയിലല്ല, യെരുശലേമിലല്ല, പിന്നെയോ ആത്മാവിലും സത്യത്തിലും. നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മളെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ദൈവകൽപ്പനകൾ അനുസരിച്ച് കർത്താവിൻ്റെ വരവോളം സ്വസ്ഥതയോടെ നിൽക്കാൻ ദൈവസന്നിധി നമുക്കൊരു തീരുമാനമെടുക്കാം. പ്രാർത്ഥിക്കുക. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്നത് ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളിൽ നിങ്ങളായിരുന്നാലും, ഏത് സാഹചര്യങ്ങളിൽ നിങ്ങളായിരുന്നാലും, ആ സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്ന അദൃശ്യനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്കൊരുമിച്ച് ചേർന്ന് ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ കാലങ്ങളിൽ അങ്ങയുടെ മക്കളാക്കി തീർക്കുവാൻ ദൈവമേ ഞങ്ങളോട് ഇഷ്ടം തോന്നിയല്ലോ. നിങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ മനസ്സിനെയും സമ്പൂർണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്.
ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ മക്കളോട് കരുണ കാണിക്കണമേ. ഒന്നിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി മാറുവാൻ ഞങ്ങളുടെ അധരങ്ങൾ, ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള യാഗമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്തൊരു ആത്മീക സന്ദേശവുമായിട്ട് ഒരുമിച്ച് കാണാം. അതുവരെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.